ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആൽബി എഴുതിയിരിക്കുന്നതിന് മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ആൽബി. യഥാർത്ഥ പേരല്ല. ഞാൻ PG കഴിഞ്ഞ് ഒരു തൊഴിൽ അന്വേഷിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ആപ്ലിക്കേഷൻസൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീടിനടുത്ത് എനിക്കൊരു ഫ്രണ്ടുണ്ട്, അരുൺ. അവൻ ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് 3-4 മാസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. എല്ലായിടത്തും ഒന്നിച്ചാണ് പോകുന്നത്. അവൻ എന്നേക്കാൾ 2-3 വയസ്സിന് മൂത്തതാണ്. എങ്കിലും ചെറുപ്പകാലം മുതലേ ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെയല്ല അവൻ പഠിച്ചത്. അവൻ വേറെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എപ്പോഴും ഒന്നിച്ച് കാണുമായിരുന്നു. അവന് അച്ഛനില്ല, അമ്മയും സഹോദരിയുമുണ്ട്. സഹോദരി പിന്നീട് ഗൾഫിൽ പോയി. അവർ വിവാഹിതയല്ല ഇപ്പോഴും. പിന്നെ അമ്മ പാവമാണ്. എൻ്റെ അമ്മയെക്കാളൊക്കെ വളരെ സോഫ്റ്റ് സ്വഭാവമാണ്, ചെറുപ്പവുമാണ്, സുന്ദരിയുമാണ്. അവർക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കി തരിക എന്നറിയാമോ? കുഞ്ഞിലെ തൊട്ടേ അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് അവരോടുണ്ട്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം പോലെ സോൾവ് ആക്കി തരും. എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തല്ലും കിട്ടും. ഇതാണ് സ്ഥിതി. എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമല്ല. നീ എന്തിനാണ് എപ്പോഴും അവളോട് പോയി കാര്യങ്ങളൊക്കെ പറയുന്നത്? അവളാരാ? നിൻ്റെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും എൻ്റെ അമ്മയേക്കാൾ ഗുണമുണ്ട് അവരെ കൊണ്ടെന്ന്. എൻ്റെ വീട്ടുകാർ എന്ത് പറയുന്നു പറഞ്ഞാലും എനിക്കൊരിക്കലും ആ വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല. അവിടുത്തെ അമ്മ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇതിനിടയ്ക്കാണ് അവൻ ഗൾഫിലേക്ക് പോയത്. അവൻ്റെ പെങ്ങളാണ് കൊണ്ടുപോയത്. അപ്പോൾ അവൻ എന്നോടൊന്നേ പറഞ്ഞുള്ളൂ, എടാ, കാറും ബൈക്കും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അമ്മ തനിയെ താമസിക്കാൻ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് അന്വേഷിക്കണം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അമ്മയും കൊണ്ട് പോകണം. അത് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ? അല്ലെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുപോകാറുണ്ടല്ലോ. ഇനിയിപ്പം നീ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ ഗൾഫിൽ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ചേച്ചി നാട്ടിലേക്ക് ഇങ്ങ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി അവനോട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങി പോകുന്നത്? ഓ, അതിപ്പോൾ അവന് ജോലിയായല്ലോ. അവനെ അവിടെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങി പോകുന്നടാ. ഇനിയിപ്പം നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയാണ്. ഇത്രയും നാളും ഞാൻ വിവാഹം പോലും കഴിക്കാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. കുറച്ച് ക്യാഷൊക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ബൊട്ടീക്കോ മറ്റോ തുടങ്ങണം എന്ന് ചേച്ചി പറഞ്ഞു. അതൊരു കണക്കിന് നന്നായി. കാര്യം അവിടുത്തെ അമ്മ തനിയെ കഴിയേണ്ടി വരില്ലല്ലോ. ഒരു ദിവസം 4 മണിക്ക് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് അമ്മ ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കരയുകയാണ്. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കണ്ണീര് തുടച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് പെട്ടെന്ന് തിരികെ വന്നു. ആ, എടാ, നീ വന്നോ? നമുക്ക് ഇടർക്കൂടെ സൂപ്പർ മാർക്കറ്റ് ഒന്ന് പോകാം. കാറാണോ മോൻ എടുക്കുന്നത്, ബൈക്കാണോ എടുക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ സങ്കടം ഉള്ളിലൊതുക്കിയാണ് അവരത് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ കരഞ്ഞത്, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ആദ്യമൊന്നും മിണ്ടിയില്ല. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എടാ, നിനക്ക് ബിന്ദുവിൻ്റെ കാര്യം അറിയാമല്ലോ. അവൾ ഇത്രയും കാലം കല്യാണം പോലും കഴിക്കാതെ ഗൾഫിലായിരുന്നു. പണമൊക്കെ ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്. അവിടെങ്ങോ വെച്ച് അവൾ അന്യജാതിയിൽപ്പെട്ട ഒരുത്തനുമായിട്ട് പ്രേമത്തിലായെന്ന് പറഞ്ഞു. ഞാനതിന് എതിര് പറഞ്ഞില്ല. വിവാഹം കഴിക്കുമല്ലോ, പ്രശ്നമില്ല. പക്ഷേ അവർ തമ്മിൽ അവിടെ ഒന്നിച്ച് താമസിക്കുകയായിരുന്നടാ. അത് കുറച്ച് വർഷമായതാണ്. പക്ഷേ അവർക്ക് അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് അവൾക്ക് ഒരബദ്ധം പറ്റി. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഭാവം മാറി. കുഞ്ഞും വേണ്ട, കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു. എൻ്റെ മോള് എന്നോട് പറയാതെ തൃശ്ശൂരങ്ങ് വന്ന് അവിടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ 2-3 മാസമായി താമസിക്കുകയാണ്. അവിടെ വെച്ച് അതെല്ലാം ഒഴിവാക്കിടാ. അത് കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്നാണെന്ന് പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൻ ഗൾഫിൽ പോയപ്പോൾ ചേച്ചിയല്ലേ റിസീവ് ചെയ്തത്? അല്ല, അവൾ മറ്റുള്ളവരെ ഏർപ്പെടുത്തിയിരുന്നു. അവളാണെങ്കിൽ ഇവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് ആ ചെക്കനും നമ്മളോടൊന്നും പറഞ്ഞില്ല. നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല, അവനോട് പോയി കഴിഞ്ഞപ്പോൾ സന്തോഷമായിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ, അവൻ്റെ പെങ്ങളുടെ കാര്യമല്ലേ, എങ്ങനെ അവൻ പറയുക എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞു. അതിനിപ്പം എന്താമേ, ആ കാര്യം കഴിഞ്ഞില്ലേ? അതൊഴിവായിപ്പോയി. ആ ദുഷ്ടനും പോയി. ഇനിയിപ്പോൾ ചേച്ചി നാട്ടിൽ നിന്ന് ബിസിനസ് നോക്കുകയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാലും എൻ്റെ ആങ്ങളെ വിളിച്ചപ്പോൾ ഞാനങ്ങ് കരഞ്ഞു പറഞ്ഞാടാ. എന്ത് ചെയ്യാൻ, ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പൊന്നുമോനെ വേറെ ആരോടും പറയരുതേ. അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ മാനം മുഴുവനും കപ്പലേറും. ഇല്ലമ്മേ, ഞാൻ ആരോട് പറയാനാ? എനിക്കറിയാം നീ പറയില്ലെന്ന്. എൻ്റെ മോനേക്കാൾ വിശ്വാസമുണ്ട്
വിശ്വാസമല്ലേ എനിക്ക് നിന്നെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ചേച്ചി എവിടെ പോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി അവൾ ഗൾഫിൽ പോകുന്നില്ലല്ലോ, പൈസയൊക്കെ അവൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും അവൻ കൊണ്ടുപോയില്ല, ഇവിടെ കാണാം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ കാര്യത്തിന് കൂട്ടുകാരെയൊക്കെ കാണാൻ പോയതാണ്. അവൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിലും ബ്യൂട്ടി ഫീൽഡിലും നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് നിനക്കറിയാമല്ലോ. അത് കേട്ട് ഞാൻ തലയാട്ടി. ഇതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട് എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ അവൻ ദിവസം എന്നോട് പറഞ്ഞു, എടാ ചേച്ചി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നാട്ടിൽ വന്നതെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞെന്ന്. നിന്നോട് അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ഇനിയും ഞാൻ കൂട്ടിച്ചേർക്കാത്ത ചില കാര്യങ്ങളുണ്ട്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ആരോടും പറയരുത്, യഥാർത്ഥം അങ്ങനെയൊന്നുമല്ല, ശരിക്കും ചേച്ചിക്ക് അവിടെ ഒത്തിരി ആളുകളുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. ചേച്ചി ആ വകയിൽ ഒത്തിരി പണവും സമ്പാദിച്ചു, ഇഷ്ടംപോലെ പണം ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് മാത്രം ആരോടോ ഒന്ന് പ്രേമമായി, അങ്ങയുടെ കൂടെ കുറച്ചു കാലം ഈ അടുത്ത കാലത്ത് ഒന്നിച്ചൊന്ന് താമസിച്ചു. അങ്ങനെ വന്നൊരു അബദ്ധമാണ്. അയാൾ എല്ലാം വന്നിട്ട് ചേച്ചിയെ കല്യാണം കഴിക്കുമെന്ന് ചേച്ചി വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ചേച്ചി നാട്ടിലേക്ക് വന്നത്. ശരിക്കും ചേച്ചി ഒരു ഭയങ്കര കള്ളിയാണ്, പണം കുറേയധികം സമ്പാദിച്ചു, അത് മാത്രമേ ഉള്ളൂ മെച്ചം. ബാക്കി നോക്കുമ്പോൾ അവരുടെ ഹിസ്റ്ററി വളരെ മോശമാണിടാ. ചേച്ചിയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളും ഞാൻ നിന്നോട് പറയാതിരുന്നത് എൻ്റെ അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അമ്മ പറഞ്ഞെന്ന് പറയാമെങ്കിൽ പിന്നെ എനിക്ക് വിഷമമില്ലല്ലോ ബാക്കി പറയാൻ. പിന്നെ ചേച്ചി അവിടെ വന്ന് ബിസിനസ്സൊക്കെ തുടങ്ങുന്നു. അതൊന്നും അവർ ജീവിക്കാനോ പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, അവരുടെ മറ്റ് തരികിട പ്രവർത്തനങ്ങൾ നടക്കണം, അതിനുവേണ്ടി മാത്രമാണ് എന്നെനിക്ക് തോന്നടാ. ഇഷ്ടം പോലെ പണമുണ്ട്, അത് പിന്നെയും ഇറക്കി അവർക്ക് രസിച്ച് നടക്കണം. അല്ലാതെ പ്രേമം പോയതോ അല്ലെങ്കിൽ മറ്റേ കാര്യം കളഞ്ഞതോ ഒന്നും അവർക്ക് വലിയ ഫീലിംഗ് ആണെന്ന് തോന്നുന്നില്ല. പാതി സത്യം മാത്രം അറിയാവുന്ന അമ്മയ്ക്കാണ് അതൊക്കെ ഫീലിങ്. അവർക്കാണെങ്കിൽ അടിച്ചു പൊളിച്ച് നടക്കാനുള്ള ഒരു മറയാണ് അവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥാപനങ്ങളെല്ലാം. എടാ നിനക്കവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് എനിക്കൊരു കുഴപ്പമില്ലടാ. ചേച്ചിയുടെ തന്നെ പല ചിങ്കിടികളുമാണ് എന്നെ വന്ന് റിസീവ് ചെയ്തത്. ഇവിടെ നല്ല ജോലി സെറ്റപ്പ് ഒക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. അവർ മറ്റു മേഖലകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തായാലും എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ കാര്യം ഇതൊക്കെയാണ്. ഞാനത് കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഓ എന്ത് ചെയ്യാനാ, നീ ഇതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് പ്രശ്നമില്ലാത്തവ നീ ചെയ്തു കൊടുക്കണേ. പിന്നെ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട, അമ്മ പറയുകയാണെങ്കിൽ മാത്രം നീ കേട്ടാൽ മതി. ചേച്ചിയോട് നീ ഒന്നും ചോദിക്കാൻ പോണ്ട, നിന്നോട് അമിത വാത്സല്യമാണ്. അപ്പോൾ ചിലപ്പോൾ നിന്നോടും കഥകൾ പറഞ്ഞേക്കും പതുക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിടാ, ഓക്കെ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ചേച്ചി എൻ്റെ വീട്ടിൽ അമ്മയെ കാണാൻ വന്നു. എന്നിട്ട് അമ്മയ്ക്ക് കൈ നിറച്ച സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് നല്ല ഇമ്പ്രഷനായി. ആ എന്തായാലും ഇവൻ ജോലിയൊക്കെ നോക്കി വെറുതെ എവിടെ ഇരിക്കുകയല്ലേ. ഞാനാണെങ്കിൽ ഇതേ സിറ്റിയിൽ 1-2 സ്ഥാപനങ്ങൾ തുറക്കാൻ പോവുകയാണ്. അവിടെ ഇവന് ജോലി കൊടുക്കാം, തൽക്കാലം അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ, മാസം സാലറി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അമ്മ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കൂടെ നീ അങ്ങ് പോ, ആ തുടങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അതിനൊന്നും നോന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ചേച്ചിയുടെ കൂടെ ഇറങ്ങിയത്. 3-4 വലിയ ആൾക്കാരെ കാണാൻ പോയി. അവിടെയെല്ലാം ചേച്ചിക്ക് വളരെ സാന്ദ്രമാണ്. അവരുടെ മടിയിൽ കയറിയിരിക്കും എന്നുള്ള രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത്. അവർ ചേച്ചിക്ക് വേണ്ടി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതെല്ലാം തുടങ്ങാം എന്നുള്ള രീതിയിൽ ടൗണിൽ പണിയും ആരംഭിച്ചു. ഒരു യൂണിസെക്സ് സലൂണാണ്. അവിടെ ബൊട്ടീക്കുമുണ്ട്, പിന്നെ ബ്യൂട്ടി പാർലറുമുണ്ട്. ഇടയ്ക്കൊരു ദിവസം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എടാ നമുക്ക് ട്രിവാൻഡ്രം വരെ ഒന്ന് പോകണം, നീ എൻ്റെ കൂടെ വരണം. ഒരു 3-4 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരണം, കാർ എടുത്തുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ചേച്ചി ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ കാർ നിർത്തി. എന്നിട്ടിറങ്ങി, മോനെ ഇനി 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം, നീ ഒരു കാര്യം ചെയ്യേ, കാറും എടുത്തോണ്ട് ലുലു മാളിലും മറ്റോ അങ്ങ് പോ, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് നിൽക്കുക, അപ്പോഴേക്ക് ഞാൻ വിളിക്കാം. അപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നാൽ മതി, അറിയില്ലെങ്കിൽ ഞാൻ ലൊക്കേഷൻ മാപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ലുലു മാളിൽ പോയി. ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ചെന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു പോരുകയും ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല. ചേച്ചി ചോദിച്ചു, നീ എന്താ ഒന്നും ചോദിക്കാത്തത്, ഞാൻ ആരെയെ കാണാൻ പോയത്, എന്തിനാ വന്നതെന്നൊക്കെ. അത് ചേച്ചിയുടെ ബിസിനസ്സിനോ ബൊട്ടിക്കിനോ ഒക്കെ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അല്ല ഇത് ബിസിനസ്സുമല്ല ബൊട്ടിക്കുമല്ല, നമുക്കൊരു ഹോൾഡ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണെന്ന്. എന്ത് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഒരു പേര് പറഞ്ഞു. അത് ഉന്നതനായ ഒരാളായിരുന്നു.
അല്ല ചേച്ചി എന്തിനാ ചുമ്മാ അയാളെ കാണാൻ പോയത്? ചുമ്മാതല്ലടാ, അയാൾക്ക് ഒരു കൂട്ടാകാൻ. പുള്ളി വളരെ പ്രഷറുള്ളൊരു ജോലിയല്ലേ, അതിലേക്ക് പുള്ളിക്ക് റിലാക്സ് ആകണ്ടേ? ആ റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് സൗന്ദര്യമുള്ള ആൾക്കാരെ മാത്രം അദ്ദേഹത്തിന് കൂട്ട് വേണം. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫോട്ടോ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ തൊട്ടേ അദ്ദേഹം എന്നെ വിളിയാണ്. എന്നെ കണ്ടേ പറ്റൂ എന്ന്. എൻ്റെ സൗന്ദര്യത്തിന് ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. ഞാനപ്പോൾ പറഞ്ഞു, ചേച്ചി എന്തിൻ്റെ പേരിലാണെങ്കിലും ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ചേച്ചിയുടെ ഗൾഫിലെ കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. അമ്മയും എന്നോട് കുറച്ച് കഥകൾ പറഞ്ഞു. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ എങ്ങനെ തോന്നുന്നു? പണമുണ്ടാക്കാം, അല്ലെങ്കിൽ പദവികളുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാം എന്ന് വെച്ചിട്ട് ചേച്ചി എന്തിനാണ് ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നതെന്ന് ചോദിച്ചു. ചേച്ചി അപ്പോൾ അലറി, കാർ നിർത്തടാ, കാർ നിർത്തുന്നു. അപ്പോൾ ഞാൻ വഴിയരികിൽ കാർ നിർത്തി. നിനക്ക് ഈ ലോകത്തെപ്പറ്റി ഒന്നും അറിയില്ല. നേർവഴിക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സമ്പാദിക്കാനാണ്? ഒന്നും സമ്പാദിക്കില്ല. നീ PG പഠിച്ചു കഴിഞ്ഞ് വെറുതെ നടക്കുന്നു. നിനക്കൊരു ജോലി കിട്ടാൻ എത്ര നാൾ കാത്തിരിക്കണം? സ്ഥിരം ജോലി കിട്ടുമോ? നിൻ്റെ ഭാവി എന്താ? ഒന്നും അറിയില്ല. ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ ഒരിക്കലും ഒരിടത്തും നമ്മൾ ചെന്നെത്തില്ല. എന്തായാലും നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അത് മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ. എന്നാലും ചേച്ചി, എന്നാലും ഒന്നുമില്ലടാ. ഏതൊരാണും സ്ത്രീയുടെ അടുത്ത് ഒന്ന് അടിപതറും. ഇപ്പം നോക്ക്, നീ എൻ്റെ അനിയൻ്റെ പ്രായമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കെന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ലല്ലോ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ, എല്ലാ ആണുങ്ങൾക്കും സ്ത്രീകളോട് താല്പര്യമുണ്ട്. പിന്നെ ഞാൻ നിൻ്റെ അടുത്തിരിക്കുമ്പോഴേക്കും നിനക്ക് ചിലപ്പോൾ അത് തോന്നാത്തത് അയ്യോ എൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയല്ലേ എന്ന് വെച്ചായിരിക്കും. ഒന്ന് പോ ചേച്ചി. ചേച്ചി പറഞ്ഞവരൊന്നുമല്ല, എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഈ ലോകത്തിൽ എത്രയോ പേര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിയിലല്ല ജീവിക്കുന്നത്. നീ നല്ലൊരാണുമാണ്, ശരി, ഞാൻ തെറ്റുകാരിയാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇറങ്ങി അങ്ങ് പോകണോ? അതൊന്നുമില്ല ചേച്ചി, ഞാനങ്ങ് പറഞ്ഞതാണ്. ഇതൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇതിൻ്റെയൊക്കെ കെമിസ്ട്രി മനസ്സിലാക്കി കഴിഞ്ഞാൽ മോനെ പിന്നെ ഒരു പ്രശ്നവുമില്ല. എല്ലാം ബയോളജിയിലുള്ള ഒരു കെമിസ്ട്രിയാണ്. ചേച്ചി എന്താ പറയുന്നത്? എന്താ പറഞ്ഞതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നീ പറഞ്ഞത് നീ ഒരാണാണ്, നിനക്ക് ആരോടും യാതൊരു താല്പര്യമില്ല, നീ അങ്ങ് നേർവഴിക്ക് പോകുന്ന ആളാണെന്നാണ്. ഞാൻ ആദ്യം ഒരു ടെസ്റ്റ് വെക്കാം. എന്താ ടെസ്റ്റ്? ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈകൾ നന്നായി ചലിക്കും. അപ്പോൾ നിനക്ക് ഒരു ഉയർച്ചയും കൂടാതെ നീ ഈ കാറിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ മിടുക്കനാണെന്ന് പറയാം. അല്ലാതെ നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായെങ്കിൽ നീ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്നും ഞാൻ പറഞ്ഞതാണ് സത്യമെന്നും എൻ്റെ വഴിക്ക് നീ വരുമെന്നും എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുമെന്നുമുള്ള കാര്യം നീ സത്യം ചെയ്യണമെന്ന്. ഒന്ന് പോ ചേച്ചി, എനിക്കതൊന്നും പറ്റില്ല. അപ്പോൾ ചേച്ചി രാത്രി പറഞ്ഞു, ഇപ്പം വിജനമായ വഴിയാണ്, കാർ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഈ ടെസ്റ്റ് ഇവിടെ നടന്നേ പറ്റൂ. കാര്യം നീ എന്നെ ഇത്തിരി മുമ്പ് ആക്ഷേപിക്കുകയായിരുന്നു. കാര്യം ഞാൻ വഴിതെറ്റി നടക്കുകയാണെന്ന്. നീ നല്ലവനും വഴിതെറ്റി നടക്കാത്ത ആളുമാണല്ലോ. അപ്പോൾ നിനക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ നിനക്ക് അനങ്ങാതിരിക്കാമല്ലോ. അതുമാത്രമല്ല മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. കാര്യം നീ നല്ലവനാണല്ലോ. എന്തായാലും ഇന്നത് പരീക്ഷിച്ചു നോക്കിയിട്ട് മാത്രമേ കാര്യമുള്ളെന്ന് ചേച്ചി പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ആദ്യമൊക്കെ തർക്കങ്ങളും പിടിവലിയും ഉണ്ടായെങ്കിലും ചേച്ചി ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ള പിടിവാശിയിലുമായിരുന്നു. ആ സമയത്ത് നല്ലൊരു മഴയും പെയ്തു. ചേച്ചി വേലിക്കെട്ടുകൾ ഓരോന്നായി കടന്ന് ലംഘിച്ച് അവസാനം കൃഷിത്തോട്ടത്തിലെത്തി കിഴങ്ങ് മാന്തി എടുക്കുന്ന പോലെയായിരുന്നു. ആദ്യം എനിക്ക് എൻ്റെ ഉള്ളിലെ ആ ഒരു പറച്ചിലൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് പിടിച്ചു നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് 10-25 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഉയർച്ചയുടെ വളർച്ചയുടെ പടവുകൾ ഞാൻ താണ്ടുകയായിരുന്നു. ചേച്ചി എന്നെ സ്വതന്ത്രയാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർക്ക് ടെസ്റ്റ് തീർക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലായിരുന്നു എന്ന് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിലും വേറെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ കൃഷിത്തോട്ടമാകെ പൂവിടുന്ന പോലെ എനിക്കും തോന്നി. ചേച്ചി പിന്നെ അടങ്ങിയിരുന്നില്ല. ചേച്ചിയുടെ കലാവിരുന്നുകൾ അവിടെ പ്രകടമാകുകയായിരുന്നു. ഇത്രയും വൈവിധ്യതരമായി കൈകൾ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ലോകത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ വൈവിധ്യം ഇതിലുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി മുഖം താഴ്ത്തി ചേച്ചിയുടെ നടന വൈഭവവും ഒന്ന് പ്രയോഗിച്ചു. അതോടുകൂടി ഞാൻ ഫ്ലാറ്റ് പൂക്കുരവ പൊട്ടിച്ചിതറി ഒഴിഞ്ഞതുപോലെയായിരുന്നു എൻ്റെ മനസ്സ്.
എനിക്ക് ഒന്നും ചെയ്യാനില്ല. ചേച്ചി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് എനിക്ക് വരവ് വയ്ക്കേണ്ടി വരും. എനിക്ക് ഒരു ഉത്തരവുമില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എത്ര ആദർശം പറഞ്ഞെന്ന് പറഞ്ഞാലും 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിൽ എനിക്ക് മാറ്റമുണ്ടായി. എല്ലാം ഞാൻ മറന്നുപോയി. ആദർശങ്ങളൊക്കെ ഏതോ കാറ്റിൽ പറന്നുപോയി. അവസാനം വിജയശ്രീ ലാളിതയെ പോലെ ഇരിക്കുന്ന ചേച്ചി എന്നോട് ചോദിച്ചു, ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എത്ര പറഞ്ഞാലും മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, കാറ്റുപോയ ബലൂൺ പോലെയാണ്. അത്രയും നേരം ഞാൻ പല കാര്യങ്ങളെ പറ്റിയിട്ടും വാചകമടിച്ചു. പക്ഷേ എനിക്ക് അപ്പോൾ മറുപടിയില്ല. ഞാൻ ഉറങ്ങിയിരിക്കുകയായിരുന്നു. ഒരു കണക്കിന് വണ്ടി ഓടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ രാത്രിയായിരുന്നു. അതിനു മുമ്പ് ചേച്ചി പറഞ്ഞു, ഇന്ന് ഭയങ്കര മഴയാണ്, അതുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എൻ്റെ വീട്ടിൽ തന്നെ കിടക്കും, രാവിലെ അങ്ങ് വന്നോളൂ എന്ന്. അമ്മയ്ക്കൊന്നും അതിൽ ഒരു പ്രശ്നവുമില്ല. കാര്യം പുള്ളിക്കാരുടെ ഒരു അസിസ്റ്റൻ്റല്ലേ ഞാൻ, ജോലിക്കാരൻ, അതുകൊണ്ട് അതും പ്രശ്നമില്ല. അങ്ങനെ അന്ന് ഞാൻ ആ വീട്ടിലേക്ക് കയറിപ്പോയി. പക്ഷേ ആ സമയത്ത് കൂട്ടുകാരൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്ന് വാതിൽ തുറന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി സമ്മതിച്ചില്ല. ഇന്ന് ഇവിടെ കിടന്നാൽ മതി, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അമ്മ പെട്ടെന്ന് ഉറങ്ങാനങ്ങ് പോയി. ഞങ്ങൾ കുളിച്ചു, ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മുറിയിലേക്ക് പോയി. ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും, എനിക്ക് പലതും സംസാരിക്കാനുണ്ടെന്ന്. വേണ്ട ചേച്ചി, അത് റിസ്ക്കാ, അമ്മയുണ്ടെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ആ റൂമിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തൊക്കെ ആദർശം പറഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ന് ഞാൻ നിന്നിൽ ഒരാണത്വം തെളിഞ്ഞു കണ്ടു. ഇനിയിപ്പോൾ മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ചേച്ചി വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എന്നോട് ഇടപെട്ടത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്കിതെല്ലാം ആദ്യ അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ 2 പ്രത്യേകതരം വൈഭവങ്ങൾ മാത്രമേ നീ അറിഞ്ഞിട്ടുള്ളൂ. നിനക്കിന്ന് മുഴുവൻ വൈഭവങ്ങളും അറിയാനുള്ള നിമിഷമാണ് എന്ന് പറഞ്ഞു. ചേച്ചി എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ ഒന്നും പേടിയില്ല. മൊട്ട് വിരിയണം, എങ്കിൽ മാത്രമേ പൂവാകുകയുള്ളൂ. എന്ന മൊട്ടായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പുരുഷനായിരിക്കില്ല. മുട്ട് വിരിഞ്ഞ് പൂവാകുമ്പോൾ മാത്രമാണ് അവൻ്റെ ജീവിതം പുഷ്പിക്കുക. ഇന്ന് മുട്ടുകൾ വിരിയുന്ന രാത്രിയാണെന്ന് പറഞ്ഞ് ചേച്ചി ഒരു സിംഹിണിയെപ്പോലെ ചാടി വീഴുകയായിരുന്നു. ചേച്ചി ഗൾഫിൽ കരിമ്പിൻ നീര് പിഴിഞ്ഞെടുക്കുന്ന ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തത് എന്ന് പോലും തോന്നിപ്പോയി. എന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാഠം അന്ന് പഠിച്ചു. കാര്യം ഈ സദാചാരം പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. മനുഷ്യൻ്റെ മനസ്സല്ലേ, അത് എപ്പോൾ വേണമെങ്കിലും മാറാം. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റിന് വളരെയധികം ഗുണവും സുഖവും രസവും ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി. പിന്നീട് അതൊരു പതിവായി. ചേച്ചി ആ സ്ഥാപനം പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. എനിക്കവിടെ ജോലിയും കിട്ടി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ചേച്ചിയുടെ കൂടെ പല സ്ഥലത്ത് യാത്രയ്ക്ക് പോയി. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നു. 1 മാസത്തിന് മുമ്പ് ഞങ്ങൾ വൈകി വന്നു. ആ സമയത്തും ഇതേപോലെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ തങ്ങി. ആ സമയത്ത് ചേച്ചി പതിവ് പോലെ എൻ്റെ അടുത്ത് വന്നു. ചേച്ചിയും ഞാനും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെ തുടക്കമായതേയുള്ളൂ. എന്നുമുള്ള പാതയിൽ കൂടി ഞങ്ങൾ ഒരു 100 മീറ്റർ പോലും പോയി കാണില്ല. അതിനു മുമ്പേ ഞങ്ങൾ 2 പേരും കൈയോടെ പിടിക്കപ്പെട്ടു. അമ്മ വന്ന് ഞങ്ങളെ കണ്ടു. മുറി തള്ളി തുറക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ 2 പേരെയും അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇങ്ങനെ എന്തായി കാണിക്കുന്നത്, നിന്നെ ഞാൻ വിശ്വസിച്ചല്ലോ. മോളെയും എന്നെയും വഴക്ക് പറഞ്ഞു. ഞങ്ങൾ 2 പേരും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അമ്മ എന്നെ വിളിച്ചോണ്ട് പോയി. ഞാനൊന്ന് ഉപദേശിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ കുറേ ഉപദേശിച്ചു. നീ എല്ലാം അറിഞ്ഞുകൊണ്ടാണോ അവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്? അവളുടെ തരികടകളൊക്കെ നിനക്കറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അമ്മ എന്നോട് പാതി കഥകളല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ചേച്ചിയുടെ കൂടെ നടന്ന് മനസ്സിലാക്കിയെന്നും. ആ, ഇനിയിപ്പം അവളുടെ കഥ പറഞ്ഞാലെന്താ, എൻ്റെ കഥ പറഞ്ഞാലെന്താ, എല്ലാം നിനക്ക് മനസ്സിലായല്ലോ. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളൊന്നും തടസ്സമല്ല. എങ്കിലും ഞാൻ അറിഞ്ഞു എന്ന് വരുത്തണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുത്തേക്ക് വന്നത്, ഇങ്ങനെ ബഹളമുണ്ടാക്കിയത്. ആദ്യം തൊട്ടേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ മോള് പറഞ്ഞില്ലെങ്കിലും അവൾ ഒന്ന് ചാടുമ്പോൾ എനിക്കറിയാം എങ്ങോട്ടാ ചാടുന്നതെന്ന്. അത്രയ്ക്കും അവളെ നന്നായി മനസ്സിലാക്കിയുള്ളതാണ് ഞാൻ.
പിന്നെ ഒന്നും കണ്ടില്ല കേട്ടില്ല നടിക്കുന്നേ ഉള്ളൂ. നീ അവിടെ കൂടെ നടക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കി ഞങ്ങളുടെ കൂട്ടത്തിന് നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനും വന്നത്. ഞാൻ അറിയാതെ ഒന്നും അവിടെ നടക്കണ്ട, അതിലെനിക്ക് വാശിയുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ 2 മക്കളെ വളർത്തിയത്. നിന്നെയും ഞാൻ അങ്ങനെ തന്നെയാണ് സ്നേഹിച്ചത്. കൂടെ നിൽക്കുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കണം. ഇനിയിപ്പം ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നത്? അവൾക്കൊപ്പം നിനക്ക് തുള്ളാമെങ്കിൽ എനിക്കെപ്പോഴും 2 നൃത്തച്ചൂട് വിളിക്കാം. പക്ഷേ നീ ഒരിക്കലും എന്നോട് എപ്പോഴും അടുത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ പ്രായമായപ്പോൾ എനിക്കും റിലാക്സേഷൻ വേണം. നിനക്ക് എല്ലാത്തിനും റെഡിയായെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അത് തള്ളി നീക്കുന്നത്? അതുകൊണ്ട് മാസത്തിൽ 1-2 തവണ നീ എനിക്ക് വേണ്ടിയിട്ട് സമയം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ നിർദ്ദേശിച്ചു. അയ്യോ അത് ശരിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, ശരിയാകും, ഞാൻ വളരെ കുറച്ച് നിർബന്ധിക്കുള്ളൂ. സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയുകയാണ്. അവളുടെ കൂടെ നടന്ന് എല്ലാത്തിനും കൂട്ടു നിൽക്കാമെങ്കിൽ എനിക്കും കൂട്ടു നിൽക്കാം. പക്ഷേ നിങ്ങളുടെ 2 പേരുടെയും ഒരു കാലത്ത് ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. എനിക്ക് വളരെ ചുരുക്കം ആവശ്യങ്ങളേ ഉള്ളൂ. മാസത്തിൽ 2 വട്ടം മാത്രം. അതിന് നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ എൻ്റെ ഭാവം മാറും. ഞാൻ വെറുതെ തലയാട്ടി. പിന്നെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, നീ റിലാക്സ് ആകുക, ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഇതൊക്കെ കണ്ടിരിക്കുന്ന അമ്മയ്ക്കും ചില ചാച്ചാണ്ടകൾ കാണില്ലേ? നിനക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നീ ഒരാണല്ലേ? ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വഴി കണ്ടാലും അങ്ങ് പോകണം. വഴി കണ്ടില്ലെങ്കിൽ അടിക്കാട് വെട്ടിത്തെളിച്ചാണെങ്കിലും അങ്ങ് പോയി നീറവ കണ്ടുപിടിക്കണം എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചിയുടെ ആ ഈസി മട്ട് കൊണ്ടാണ് അമ്മയുടെ അടുത്തും ഞാൻ പോയി അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വാദിച്ചു പോരാടുന്നത്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ആരും അറിയാതെ പോകുന്ന ഈ വഴി തെറ്റായ വഴിയല്ലേന്ന്. പക്ഷേ എനിക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാനോ അവരോടുള്ള ഇഷ്ടം കുറയ്ക്കാനോ ഒന്നും പറ്റുന്നില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന പലർക്കും രസകരമായിട്ട് തോന്നുമെങ്കിലും ചെറുപ്പക്കാരായ പലരും കൗതുകം കൊണ്ടും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടും ഇത്തരം ബന്ധങ്ങളിലേക്ക് ആകൃഷ്ടരായി അവരുടെ ഒരു ബന്ധനത്തിൽ അവിടെ പെട്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ രസമൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിയുമ്പോഴേക്കും അവർ പല നിയന്ത്രണങ്ങളും കൊണ്ടുവരും. അല്ലെങ്കിൽ മറ്റുള്ളവരറിയും, പേർദോഷമാകും, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഇവർ സമ്മതിക്കില്ല, വിവാഹം കഴിച്ചാലും കുറ്റബോധം നിൽക്കും. പല താളപ്പിഴകളുടെയും തുടക്കം ഇത്തരം മൾട്ടിപ്പിൾ രീതിയിലുള്ള ബന്ധങ്ങളാണ്. ആവശ്യമില്ലാതെ ഒത്തിരി ഡീപ്പായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, മനസ്സിൽ ഇതൊക്കെ ഒരു ബുദ്ധി തോന്നുന്ന സമയത്ത് തന്നെ വിചാരിക്കുക, ഇതിൽ നിന്ന് പതുക്കെ അവർക്ക് പ്രശ്നമുണ്ടാകാതെ, അതായത് അവരെയും വെറുപ്പിക്കാതെ എനിക്ക് പ്രശ്നമുണ്ടാകാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അത് മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകുക. ആരെയും വെറുപ്പിക്കാതെ നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നല്ലൊരു ജോലി കണ്ടുപിടിക്കുക. വിദേശത്തായാലും മതി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും പോകാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലേ, ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ ജോലിക്ക് അങ്ങ് പോവുക. പതുക്കെ ഈ ബന്ധങ്ങളെല്ലാം, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ ആരും പറയില്ലല്ലോ. അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് പോയി മാറി ഇതിൽ നിന്നൊക്കെ ആരെയും പ്രശ്നമുണ്ടാക്കാതെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ ഇതിൽ കിടന്ന് തുഴഞ്ഞ് മുന്നോട്ട് പോകും. അതിൽ വരുന്ന പ്രശ്നങ്ങൾ അവനവൻ തന്നെ നേരിടേണ്ടി വരും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം നിർത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അതല്ലാതെ ബുദ്ധിപരമായിട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം.